guys, once again welcome back to my YouTube channel Accounting Legend. My name is Shyam Kumar. Current class we on the basis of function അനുസരിച്ച് നമ്മൾ commerce and industry ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ industry classify ചെയ്തിട്ടുണ്ട്. മൂന്നായിട്ട് classify ചെയ്തിട്ടാണ് primary, secondary and tertiary കുറിച്ച് ഡിസ്കസ് ചെയ്തു. then എന്താണ് primary structure എന്ന ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് രണ്ട് ടൈപ്പ് primary industry കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സെക്കൻഡറി ഇൻഡസ്ട്രി എന്താണ് നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെർഷറി ഇൻഡസ്ട്രി എന്താണെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സെക്കൻഡറി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രിയിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് റിലേറ്റഡ് ടു എർത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ എർത്തുമായി ബന്ധപ്പെട്ട് അഗ്രികൾച്ചർ മേഖല അല്ലെങ്കിൽ ഡയറക്റ്റ് എർത്തുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രികളെയും നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സെക്കൻഡറി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ എന്താണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്, ഇറ്റ് ഡീൽസ് വിത്ത് ദ മെറ്റീരിയൽ എക്സ്ട്രാക്റ്റഡ് അറ്റ് ദ പ്രൈമറി സ്റ്റേജ്. ദാറ്റ് ഈസ് നമ്മൾ പ്രൈമറി സ്റ്റേജിൽ നിന്ന് ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു അല്ലെ. ഈ പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന റോ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ അടുത്തൊരു ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അടുത്തൊരു ഗുഡ്സ് മെയ്ഡ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രി കൊണ്ട് മെയിൻ ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ മെറ്റീരിയൽ എക്സ്ട്രാക്റ്റഡ് അറ്റ് പ്രൈമറി സ്റ്റേജ്. These industries are either process the material or produce goods. അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് എന്താണ്, ഒന്നുകിൽ അവർ എന്ത് ചെയ്യുന്നു, ആ ഒരു റോ മെറ്റീരിയലിനെ പ്രോസസ് ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ അവർ മറ്റൊരു പ്രോഡക്റ്റ് അവർ എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് സെക്കൻഡറി ഇൻഡസ്ട്രി കൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു. ഈ സെക്കൻഡറി ഇൻഡസ്ട്രി അഗൈൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതെല്ലാമാണ് ഈ രണ്ട് കാറ്റഗറി എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ആദ്യത്തെ കാറ്റഗറി നമ്മൾ ഇവിടെ എന്താ പറയുന്നത്, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി. എന്താണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി? നമ്മൾ ഇതെല്ലാം കേട്ടിട്ടുള്ള ഒരു വേർഡുകൾ തന്നെയാണെങ്കിലും ഒന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദാറ്റ് ഈസ് that they are engaged converting raw material into finished goods. raw material കൺവേർട്ട് ചെയ്തുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന ഏതൊരു സംരംഭത്തെയും അല്ലെങ്കിൽ ഏതൊരു ആക്ടിവിറ്റിയെയും നമ്മൾ എന്തെന്ന് അറിയപ്പെടാം, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്ന് മീൻ ചെയ്യാം. The product of manufactured may either be consumer goods or capital goods. അതായത് അവിടെ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്തായിരിക്കാം, കൺസ്യൂമർ ഗുഡ്സ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ എന്തായിരിക്കാം, ക്യാപിറ്റൽ ഗുഡ്സും ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് എന്താണ്, പ്രൊഡ്യൂസിങ് സ്റ്റീൽ, ഇതൊരു ക്യാപിറ്റൽ ഗുഡ്സ് ആണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ മേക്ക് ഫർണിച്ചർ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ മേക്കിംഗ് ബട്ടർ, ഇതൊക്കെ നമുക്ക് എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഈ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി നമ്മൾ എഗെയിൻ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്പർ 1 എന്താണ്, അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ പാർട്ട് ഓഫ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി. അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്താണ്, ഇൻ ഇറ്റ് the main product or raw material is divided into various sub products. അതായത് ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ ഒരു റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ പല പല പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഇൻഡസ്ട്രിയെ നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള ഇത്തരം മാനുഫാക്ചറിംഗ് സെക്ടറിനെ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്, അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയുടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പെട്രോളിയം പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പെട്രോളിയം മാത്രമല്ല നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്നത്, ഹെറോയിൻ കിട്ടുന്നുണ്ട്, ദെൻ ഡീസൽ കിട്ടുന്നുണ്ട്, പെട്രോളിയം കിട്ടുന്നുണ്ട്. ഇങ്ങനെ പല പല പ്രോഡക്റ്റുകളാണ് നമ്മൾ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അത്തരം ആക്ടിവിറ്റികളാണ് അല്ലെങ്കിൽ അത്തരം ഇൻഡസ്ട്രികളാണ് നമ്മൾ അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പറയുന്നത് എന്താണ്, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി മീൻസ് എന്താണ്, ഇൻ ഇറ്റ് ഓൺ മെയിൻ പ്രോഡക്റ്റ് is made from various raw material. അതായത് സിന്തറ്റിക് ഇൻഡസ്ട്രി കൊണ്ട് മെയിൻ ചെയ്യുന്നത് വേറൊന്നുമല്ല, പല പല റോ മെറ്റീരിയലുകൾ ഒരുമിച്ച് ചേർന്ന് ഒരൊറ്റ പ്രോഡക്റ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അത്തരം കാറ്റഗറിയാണ് നമ്മൾ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രിയിലെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് എന്താണ്, സോപ്പ്, പെയിന്റ്, ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. ദാറ്റ് ഈസ് പല പല റോ മെറ്റീരിയലിൽ നിന്ന് ഒരൊറ്റ പ്രോഡക്റ്റിലോട്ട് വരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞത് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ റോ മെറ്റീരിയലിൽ നിന്ന് പല പല പ്രോഡക്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി കൊണ്ട് മെയിൻ ചെയ്യുന്നത്. മൂന്നാമത് ഇവിടെ എന്താ പറയുന്നത്, പ്രോസസിംഗ് ഇൻഡസ്ട്രി മീൻസ് സ്റ്റെപ്പ് എന്നുള്ള മീനിങ് ആണ്. അതായത് ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് പല പല സ്റ്റേജസ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു പ്രോഡക്റ്റിന്റെ ഫിനിഷ് ചെയ്യുമ്പോൾ അത് ആക്ച്വൽ പ്രോഡക്റ്റ് ആയി മാറില്ല, അതിനെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അടുത്ത ഒരു പ്രോഡക്റ്റ് ആയി മാറും. അതിന് വേറെ എന്തെങ്കിലും ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ആക്ച്വലി നമ്മുടെ പ്രോഡക്റ്റിലോട്ട് എത്തിപ്പെടുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് സ്റ്റേജിലൂടെ യാത്ര ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേജിലൂടെ പോകുന്ന ഇൻഡസ്ട്രികളെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്, പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്ന് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻ ഇറ്റ്സ് ഡിഫറെന്റ് സ്റ്റേജസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസ്ഫറിംഗ് റോ മെറ്റീരിയൽ ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ്. ഒരു ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് എത്തിപ്പെടുന്നതിന് മുന്നേ തന്നെ പല പല സ്റ്റേജുകൾ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത്തരം ഇൻഡസ്ട്രികളെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്,
പ്രോസസിംഗ് ഇൻഡസ്ട്രി കൊണ്ട് മീൻ ചെയ്യുന്നത്. എക്സാമ്പിൾ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയ ഷർട്ടിലോട്ട് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയ ക്ലോത്തിലോട്ട് എത്തിപ്പെടുന്നതിന് മുന്നേ ഇതിന് പല പല സ്റ്റേജസ് ഉണ്ടായിരിക്കും ഇല്ലേ? ആ ഒരു സ്റ്റേജ് വെച്ചുകൊണ്ട് അങ്ങനത്തെ അത്തരം ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്നാണ് മീൻ ചെയ്യുന്നത്. ദെൻ നാലാമത്തെ ഇൻഡസ്ട്രി പറയുന്നത് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. അസംബ്ലിംഗ് ഇൻഡസ്ട്രി മീൻ ചെയ്യുന്നത് അസംബിൾ ചെയ്തെടുക്കുന്നു. അപ്പൊ തന്നെ അതിൽ മനസ്സിലാക്കും ഇതിന്റെ പല പല പാർട്ടുകൾ പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ പല ഏരിയയിൽ നിന്ന് പല പാർട്ടുകൾ വാങ്ങിച്ചുകൊണ്ട് ഒരു ഒറ്റ പ്രോഡക്റ്റ് ആക്കി എടുക്കുന്നതിനാണ് നമ്മൾ എന്താ അറിയപ്പെടുന്നത്? അസംബ്ലിംഗ് ഇൻഡസ്ട്രി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇൻ ഇറ്റ് ദ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ പ്രോഡക്റ്റ് ആർ പർച്ചേസ്ഡ് ഫ്രം ദ മാർക്കറ്റ് ആൻഡ് അസംബിൾഡ് ഇൻ ടു മേക്ക് എ കംപ്ലീറ്റ് പ്രോഡക്റ്റ്. അതായത് പല മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഒരു ഒറ്റ പ്രോഡക്റ്റ് ആക്കി മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഇത്തരം ഇൻഡസ്ട്രിയാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്? അസംബ്ലിംഗ് ഇൻഡസ്ട്രി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. എക്സാമ്പിൾ സൈക്കിൾ ഇൻഡസ്ട്രി. സൈക്കിളിന്റെ പല പാർട്ടുകൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് സൈക്കിളായിട്ട് നമ്മൾ അതിനെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയെ 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സെക്കൻഡറി ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്താണ് പറയുന്നത്? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ദാറ്റ് ഈസ് സെക്കൻഡറി ഇൻഡസ്ട്രി നമ്മൾ രണ്ടായിട്ട് തിരിച്ചെന്ന് പറഞ്ഞു. ഒന്ന് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ആണ്, സെക്കൻഡ് വൺ എന്താണ്? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ മീൻസ് എന്താണ്? നമ്മൾ കേട്ടിട്ടുള്ള വേർഡ് തന്നെയാണ് അല്ലെ? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ദാറ്റ് ഈസ് ദേ എൻഗേജ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ഡാം, bridge, airport, etc. The product of these industries are immovable and the labor intensive and which are used mostly for public welfare. Public welfare ന് വേണ്ടി എന്ത് ചെയ്യുന്നു? പല പല കൺസ്ട്രക്ഷൻസ് നടത്തുന്നു. എക്സാമ്പിൾ ഡാം ബിൽഡ് ചെയ്യുന്നു, ബ്രിഡ്ജ് ഉണ്ടാക്കുന്നു, ബ്രിഡ്ജ് ഉണ്ടാക്കുന്നു, എയർപോർട്ട് ഉണ്ടാക്കുന്നു. ഇങ്ങനെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുന്ന ഇൻഡസ്ട്രികളെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ദെൻ ടേർഷറി ഇൻഡസ്ട്രി എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രി എന്താണെന്ന് പഠിച്ചു. ദെൻ പ്രൈമറി ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റ് കൊണ്ടാണ് നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ സെക്കൻഡറി ഇൻഡസ്ട്രിയുടെ ബിഗിനിങ് എന്ന് പറയുന്നത് പ്രൈമറി ഇൻഡസ്ട്രിയുടെ എൻഡ് ആണെന്ന് പറഞ്ഞു. ദെൻ അടുത്തത് എന്താണ്? നമ്മൾ ടേർഷറി ഇൻഡസ്ട്രി എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ദാറ്റ് ഈസ് ടേർഷറി ഇൻഡസ്ട്രി മീൻസ് ഈ ഒരു സെക്കൻഡറി ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റികൾ റൺ ചെയ്യുന്ന ഇൻഡസ്ട്രികളെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? ടേർഷറി ഇൻഡസ്ട്രി കൊണ്ട് മെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദേ കൺസേൺഡ് വിത്ത് ദ പ്രൊവൈഡിംഗ് സർവീസ് ദാറ്റ് ആർ സപ്പോർട്ട് ദ പ്രൈമറി ഇൻഡസ്ട്രി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രിയും സെക്കൻഡറി ഇൻഡസ്ട്രിയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഏതൊരു ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിയും വന്നു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് ടെർഷറി ഇൻഡസ്ട്രി കൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫുള്ളി സർവീസസ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസ്, ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ കോട്ട് ചെയ്ത് പറയാവുന്നതാണ്. സോ നമ്മൾ എന്താണ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു എന്ന് പഠിച്ചു. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടേർഷറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രി എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡറി ഇൻഡസ്ട്രിയും ഇതുപോലെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഫസ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് സെക്കൻഡറി ഇൻഡസ്ട്രി എഗെയിൻ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ലാസ്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നത് ടെർഷറി ഇൻഡസ്ട്രി എന്താണെന്നും. നമ്മൾ ഈ ഒരു കഴിഞ്ഞ വീഡിയോയും ഈ ഒരു വീഡിയോയുമായിട്ട് ഒരു കമ്പയർ ചെയ്ത് നിങ്ങൾക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ ഈസിനെസ് എത്രയാണെന്ന് മനസ്സിലാവും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണ് ഇതിന്റെ കാര്യങ്ങളെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുമായി ബന്ധപ്പെട്ട് എന്തുതരം ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ ആ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും